Once again, welcome back to KCS classes. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ജോലി കിട്ടിയതിന് ശേഷം ശമ്പളം മാസാമാസം കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലായിരിക്കും കിട്ടുക. കാലഘട്ടം എന്ന് പറയുന്നില്ല, എങ്ങനെ പോയാലും ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു അവസ്ഥ. എഗെയിൻ ദുരവസ്ഥ. ജോലി ചെയ്തിട്ട് മാസം ശമ്പളമില്ല. സോ ആക്ച്വലി എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് ജോലി ഗസ്റ്റ് അധ്യാപകനായിട്ട് ജോലി ലഭിക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. ഈ ഒരു അക്കാഡമിക് ഇയർ തൊട്ട് അതിൽ ചേഞ്ച് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതുവരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് ഗസ്റ്റ് അധ്യാപകനായിട്ട് ഇന്റർവ്യൂവിന് നിങ്ങൾ പോകണമെങ്കിൽ ഓൾറെഡി സാമ്പത്തികമായിട്ട് ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എയ്ഡഡ് കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് പോയിട്ട് കാര്യമുള്ളൂ. ബിക്കോസ് ജോലി ചെയ്ത് മാസാമാസം ശമ്പളം കിട്ടുന്നതല്ല, എല്ലാം കൂടി ഒരുമിച്ചാണ് കിട്ടുക. സോ വളരെ പാത്തറ്റിക് ആയിട്ടൊരു അവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെ പലരും എയ്ഡഡ് കോളേജിൽ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടിയാലും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് അത്രത്തോളം അപ്രോച്ച് ചെയ്യുന്നില്ല. ഗസ്റ്റ് അധ്യാപകന്റെ ഇന്റർവ്യൂ എയ്ഡഡ് കോളേജിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടോ, അതല്ല ഇൻകം ഏൺ ചെയ്യാൻ വേറെ ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഗേൾസ് ആണ്, ലേഡീസ് ആണ് കൂടുതൽ ഇതിലോട്ട് പോവാറ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻകം ഏൺ ചെയ്യാനുള്ള സോഴ്സ് ഉണ്ടായിരിക്കണം. സോ ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് അധ്യാപകനായിട്ട് എയ്ഡഡ് കോളേജിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാലറി കിട്ടോ, ഇപ്പോൾ തന്നെ കിട്ടോ, മന്ത്ലി കിട്ടോ? ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എഗെയിൻ നമ്മുടെ ദുരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ദെൻ എയ്ഡഡ് കോളേജ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്. ഇതിൽ എയ്ഡഡ് കോളേജിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നല്ല സാലറിയാണ് ഗസ്റ്റ് അധ്യാപകനായിട്ട് കിട്ടുകയാണെങ്കിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് കോൺട്രാക്ട് ബേസിസ് എന്ന് പറഞ്ഞിട്ട് നല്ല സാലറി ഉണ്ട്. ഗവൺമെന്റ് കോളേജിലാണെങ്കിലും മന്ത്ലി പ്രോപ്പർ ആയിട്ട് നമുക്ക് സാലറി ലഭിക്കും. ദെൻ സെൽഫ് ഫിനാൻസ് കോളേജിൽ സാലറി കുറച്ച് കുറഞ്ഞാലും പ്രോപ്പർ ആയിട്ട് തന്നെ മിക്ക കോളേജസും കൊടുക്കാറുണ്ട്, കുറവ് സാലറിക്ക് ആണെങ്കിലും. നേരെ മറിച്ച് എയ്ഡഡ് കോളേജിലാണെങ്കിൽ ഈ ബില്ലൊക്കെ എഴുതി ഇതൊക്കെ അയച്ചു കൊടുത്ത് ദെൻ ഇതിന്റെ പിന്നാലെ തന്നെ നമ്മൾ ഓഫീസിൽ പോയി കയറി ഇറങ്ങേണ്ട ഒരവസ്ഥയാണ്. നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഓഫീസിലൊക്കെ പോണ സമയത്തെ ജോലി ചെയ്തു ശമ്പളമില്ല. നമ്മൾ എന്താ പറയുക, നമ്മളൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവിടെ ക്ലർക്ക്മാരുടെ അടുത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും ആയോ, അയച്ചു കൊടുത്തോ? അപ്പൊ മിക്ക അവരുടെ ഭാഗത്തുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നോക്കാം. അവര് ഇത് എത്രത്തോളം സ്പീഡിലൊന്നും ചെയ്യണത് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ ആയി വരുമ്പോ അവരൊരു സാമട്ടെന്ന് പറയില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു സാലറി കിട്ടാണ്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഗസ്റ്റ് അധ്യാപകനായിട്ട് എയ്ഡഡ് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സാലറി ഒരുമിച്ച് പിന്നെ കിട്ടും. ബട്ട് മാസാമാസം ജോലി ചെയ്തിട്ട് സാലറി ഇല്ല എന്ന് പറയുന്നത് വളരെ ഒരു ദുരവസ്ഥ തന്നെയാണ് നമ്മുടെ. അപ്പോൾ ഇതിനൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മന്ത്ലി അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് വന്നിട്ടില്ല. ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് തന്നെ മന്ത്ലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള സിറ്റുവേഷൻ ഇതാണ്. ഇനിയും ഇത് തന്നെ ആവാനുള്ള സാധ്യതയാണ്. പെട്ടെന്ന് ഇതിൽ മാറ്റം വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എയ്ഡഡ് കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായിട്ടുള്ള ഇന്റർവ്യൂ വരുന്ന സമയത്ത് കുറെ ആൾക്കാർ അതിലേക്ക് ഫോക്കസ് ചെയ്യില്ല. ബിക്കോസ് പോയിട്ട് എന്താ കാര്യം, മാസാമാസം ശമ്പളമില്ല. നമ്മളിവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം. ഞാൻ പലപ്പോഴും ഗസ്റ്റ് അധ്യാപകനായിട്ട് എയ്ഡഡ് കോളേജിൽ പോകാനുള്ള ഒരു കാരണം, എനിക്ക് മറ്റ് സോഴ്സ് ഉണ്ട്, സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ആക്ച്വലി എനിക്ക് എയ്ഡഡ് കോളേജിൽ ജോലി കിട്ടി അങ്ങോട്ട് പോയാലും നോ പ്രോബ്ലം. അപ്പോൾ അതല്ലാത്ത ആൾക്കാരുടെ കാര്യം ആലോചിക്കുക. അപ്പൊ അവർ ഈ ജോലിക്ക് പോകരുത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടിയാലും സാലറി കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഇതിൽ എത്രത്തോളം പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. പലപ്പോഴും കൊണ്ടുവരും, ബട്ട് ഇതിന് പ്രാക്ടിക്കൽ ആയിട്ട് ഇപ്പോഴും കാര്യങ്ങളായിട്ടില്ല.
ബില്ല് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട് ഓഫീസ് ബില്ല് കൊടുത്തിട്ടില്ല, ഒരുപാട് തെറ്റുകൾ, അങ്ങനെ ഇങ്ങനെ എത്രത്തോളം എക്സ്ക്യൂസസ് ഉണ്ട്, ഇതൊക്കെ ആയിരിക്കും. ഫൈനലി ഇത് ആർക്കാണ് ഇതിന്റെ എഫക്റ്റ് ഒക്കെ വരുന്നത്? ജോലി ചെയ്ത ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാൻ ഇത്രത്തോളം ലേറ്റ് ആവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പൊ എയ്ഡഡ് കോളേജിൽ ഗസ്റ്റ് അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എഗെയിൻ ഒരു ദുരവസ്ഥയാണിത്. ഇതിനൊക്കെ എത്രത്തോളം പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ഈ ഒരു എയ്ഡഡ് കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. മന്ത്ലി നിങ്ങൾക്ക് സാലറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് പലരും പറയും മൊത്തം വലിയൊരു എമൗണ്ട് കിട്ടില്ലേ, നിങ്ങൾ വർക്ക് ചെയ്ത് തന്നെയാണ്. നമുക്ക് മാസം ചെലവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഇത് എവിടത്തെ കാര്യമാണ്? സോ നമ്മുടെ ദുരവസ്ഥ പാർട്ട് 3 മൂന്നാമത്തെ വീഡിയോയിൽ ഈ ഒരു മാറ്ററാണ്. പലരും എൻ്റെ അടുത്ത്, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ MCOM കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂവിന് പോണ സമയത്ത് പലരും ഇങ്ങനെ പോയിട്ട് സാറേ ഇതൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി, ബട്ട് മാസം സാലറി കിട്ടില്ല എന്നുള്ളത് പറയണം. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ ജോലിക്ക് ഇപ്പോൾ പോകണം? വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാൻ മതിയല്ലോ. അപ്പോൾ വീട്ടില് ഫിനാൻഷ്യൽ സപ്പോർട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒന്നാണോ ഈ പറയുന്ന പരിപാടി? ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. സോ അവർക്ക് കൂടിയുള്ളൊരു മറുപടിയാണിത്. ഇതിന് ഈ ഒരു കാര്യത്തിന് എത്രത്തോളം പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരട്ടെ. ഇതുവരെ വന്നിട്ടില്ല. പല ഉത്തരവുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ബട്ട് പ്രാക്ടിക്കലി ഇത് ഇപ്പോഴും നടന്നിട്ടില്ല. ഇവർക്ക് മന്ത്ലി പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാവാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്യട്ടെ. ഓക്കെ. സോ ദുരവസ്ഥ പാർട്ട് 3 ഈ ഒരു ദുരവസ്ഥയാണ് നമുക്ക് ഇന്ന് കൺവേ ചെയ്യാനുണ്ടായിരുന്നേ. ഓക്കെ. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചിങ് കമ്മ്യൂണിറ്റിയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങൾ കൺവേ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ എൻ്റെ അനുഭവങ്ങളും ദെൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് കാര്യമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.